ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്തിരിക്കുന്ന ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വരുന്നത് സ്ക്വയർ നെക്കിലാണ്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കില്ലേ, ആ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്ന വശത്ത് ഇതേപോലെ ചുരുണ്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചുരുണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പോകാൻ വഴി എന്ന് കാണിച്ചു തന്നാലോ. അപ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ മാത്രമല്ല വിത്ത് ലൈനിങ്ങിലും നമുക്ക് പരീക്ഷിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ ഇതേപോലെ നിവർത്തി അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നിവർത്തി അങ്ങ് ഇട്ടിട്ട് ഞാൻ ഈ സ്ലിറ്റിൻ്റെ ആ വശത്ത് മടക്കി അങ്ങ് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ അങ്ങ് മടക്കി വെച്ച് അയൺ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഫ്യൂസിങ് ടേപ്പില്ലേ, ഫ്യൂസിങ് ടേപ്പ് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂസിങ് ടേപ്പ് കൊടുക്കുമ്പോൾ തന്നെ ഈ മെറ്റീരിയലിനൊരു കട്ടി തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിഞ്ഞങ്ങ് പോകത്തില്ല. ഈ ഒരു പശ കൊണ്ട് തന്നെ അവിടെ ഒട്ടിയിരിക്കുന്നത് കൊണ്ടും പ്രത്യേകം മെറ്റീരിയൽ വലിയുകയോ ചുരുളുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീൻ ഏത് മെഷീനാണെങ്കിലും, ഇപ്പോൾ അമ്പർല മെഷീൻ ആയിക്കോട്ടെ, സാധാ മെഷീൻ ആയിക്കോട്ടെ, പലരുടെയും കയ്യിൽ പല ടൈപ്പ് മെഷീൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില മെറ്റീരിയലൊക്കെ ചില മെഷീനത്തിൽ പിടിച്ചെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു ഫ്യൂസിങ് ടേപ്പ് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ സ്ലിറ്റിൻ്റെ അവിടെ ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ മടക്കി അങ്ങ് അയൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു മെത്തേഡ് നമുക്ക് സ്ലീവിൻ്റെ എൻഡിലില്ലേ അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മെറ്റീരിയൽ വലിഞ്ഞു പോവുകയോ ചുരുണ്ട് കയറി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇതേപോലെ മടക്കി വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ലീവിൻ്റെ എൻഡ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇപ്പോൾ അതേ സ്ലിറ്റിൻ്റെ സൈഡ് ഒരു ചുളിവോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ സൈഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ എൻഡിങ് പോർഷനിലും ഞാൻ ഇതേപോലെ മടക്കി അയൺ ചെയ്ത് കൊടുത്തിട്ട് അവിടെയും ഫ്യൂസിങ് ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്യൂസിങ് ടേപ്പ് കൂടാതെ തന്നെ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് ഇതേപോലെ തന്നെ ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാവേ. എന്നുവെച്ചാൽ ആ സംഭവങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് കാണിച്ചു തരാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫലപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ചാനലിന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിടാം കേട്ടോ. ഇങ്ങനെ അയണൊക്കെ ചെയ്യുമ്പോഴത്തേനും ബുദ്ധിമുട്ടല്ലേ, ഇരട്ടിപ്പണിയല്ലേ എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഇരട്ടിപ്പണി ചെയ്താലും നമുക്ക് നല്ല പെർഫെക്റ്റും കാണുന്നവർക്കൊരു സംതൃപ്തിയൊക്കെ തോന്നണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടേണ്ടത് നല്ലത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പും ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ചെയ്യുന്ന ജോലിക്ക് നമുക്കൊരു സംതൃപ്തി വേണം, കാണുന്നവർക്കൊരു സംതൃപ്തി വേണം. അതിന് വേണ്ടിയിട്ട് അവരും പൈസ തരുന്നതല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുക, അത്രേ ഉള്ളൂ. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യുന്ന ടോപ്പുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. വിത്ത് ലൈനിങ്ങിലാണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ആ ഒരു കട്ടിയും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വിത്തൗട്ട് ലൈനിങ് വരുമ്പോഴത്തേനും തുണി പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ തയ്യലിനെ കുറിച്ച് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.